ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം, അവിടത്തെ ശംഖമാണെൻ്റെ കണ്ഠം. കാളിന്തി പോലെ ജനപ്രവാഹം, ഇത് കാൽക്കലേക്കോ വാഗച്ചാർത്തിലേക്കോ. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഏറെ കൗതുകത്തോടെ ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8 ഞായറാഴ്ച ചോതി നക്ഷത്രത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ റെക്കോർഡ് വിവാഹങ്ങൾ കഴിഞ്ഞു എന്ന ആ വാർത്ത. യഥാർത്ഥത്തിൽ 354 വിവാഹങ്ങൾക്ക് ചീട്ടാക്കിയിരുന്നുവെങ്കിലും 334 വിവാഹങ്ങൾ വളരെ സുഖകരമായി കഴിഞ്ഞു. സാധാരണ ഗുരുവായൂരിൽ വിവാഹം ആരംഭിക്കുന്നത് 5 മണിക്കാണ്. ഒരിക്കലും ജ്യോത്സ്യൻ്റെ അടുത്ത് വന്ന് വിവാഹ മുഹൂർത്തം ഗുരുവായൂരിൽ വെച്ച് ആരും കുറിക്കാറില്ല. ബാക്കിയൊക്കെ നാം കാലഹോര നോക്കി ശുഭ മുഹൂർത്തങ്ങൾ നോക്കിയാണ് വിവാഹ കുറിപ്പുകൾ തയ്യാറാക്കുക മുഹൂർത്തത്തിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ഗുരുവായൂർ ആ ഒരു നിബന്ധനയില്ല. ഗുരുവായൂരിൽ മുഹൂർത്തത്തിൻ്റെ ആവശ്യമില്ല. 5 മണിക്ക് സാധാരണയായി തുടങ്ങുന്നു. ഈ പ്രത്യേക ദിവസം ഞാനിപ്പോൾ സൂചിപ്പിച്ച സെപ്റ്റംബർ 8 ഞായറാഴ്ച ചോതി നക്ഷത്രത്തിൽ കാലത്ത് 4 മണി മുതൽ ആരംഭിച്ച വിവാഹം ഉച്ചയ്ക്ക് 12:35 വരെ നീണ്ടു നിന്നു. ഇതിനിടയിൽ സമംഗളമായി 334 വിവാഹങ്ങളും കഴിഞ്ഞു. 5 മിനിറ്റ് സമയമാണ് താലികെട്ടിന് അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം 1 മിനിറ്റ് സമയം ദീപസ്തംഭത്തിന് മുന്നിൽ ദമ്പതികൾക്ക് ഗുരുവായൂരപ്പനെ തൊഴുത് പ്രാർത്ഥിക്കുവാനും അതിനുശേഷം പ്രദക്ഷിണമായി തെക്കേ നടയിലൂടെ ദമ്പതികളെയും കുടുംബങ്ങളെയും പറഞ്ഞു വിടുകയാണ് സെപ്റ്റംബർ 8 ഉണ്ടായത്. അത്ര വലിയ ഒരു വിവാഹ മാമാങ്കമായിരുന്നു അന്ന് നടന്നത്. ഇത്രയധികം പ്രാധാന്യം എന്തുകൊണ്ടാണ് ഗുരുവായൂർ അല്ലെങ്കിൽ തിരുപ്പതി, അതുമല്ലെങ്കിൽ വൈക്കം, ആറ്റുകാൽ തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ചൈതന്യത്തിൻ്റെ രഹസ്യമെന്തെന്ന് നാം അറിയണം. ഒരു സുശക്തമായ തന്ത്രി പാരമ്പര്യം ഒരു ക്ഷേത്രത്തിന് നിർബന്ധമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തലമുറകളായി ചേനാസ് നമ്പൂതിരിപ്പാട് കുടുംബമാണ് തന്ത്രിസ്ഥാനം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. തന്ത്രി മൂലമന്ത്രം ഓരോ കാലത്ത് നിയുക്തനായ പ്രധാനപ്പെട്ട പുരോഹിതന് തിരുമേനിക്ക് കാതിൽ ഓതിക്കൊടുക്കുന്നു. ഓരോ ദേവതകളുടെയും മൂലമന്ത്രം, ഇവിടെ ഗുരുവായൂരപ്പൻ്റെ മൂലമന്ത്രമാണ് തന്ത്രി തിരുമേനിക്ക് ഓതിക്കൊടുക്കുന്നത്. അവിടെയാണ് ഈ പ്രശസ്തമായ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര, അർച്ചകസ്യ അപ്രഭാവേന ശങ്കരോ ഭവതി ശില എന്ന ലോകതത്വം. അർച്ചകസ്യ പ്രഭാവേന, പൂജിക്കുന്ന ആ തിരുമേനിയുടെ പ്രഭാവം കൊണ്ട്, അവിടെ ജാതിമത ഭേദമന്യേ ആ കർമ്മം ചെയ്യുന്ന തിരുമേനിയുടെ പ്രഭാവം കൊണ്ട് ശിലാഭവതി ശങ്കര, കേവലം ഒരു ശില. അത് ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ആ ശില, പ്രാണപ്രതിഷ്ഠ ചെയ്ത ആ ശില ഗുരുവായൂരപ്പനായി തീരുന്നു. അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശിവനായിട്ട് തീരുന്നു, ദേവീക്ഷേത്രത്തിൽ ദേവിയായിട്ട് തീരുന്നു. അവിടെ ആ മാനുഷികമായ വികാരങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ഭക്ഷണം കഴിക്കൽ, ഇതൊക്കെ ദേവൻ നിർവഹിക്കുന്നു. അതിനാലാണ് ശക്തമായ ആ പൂജയിലൂടെ ശാന്തി കൈവരിക്കുന്ന ഓറയിലൂടെയാണ് ആ ദൈവത്തിന് പ്രഭാവം കൈവരുന്നത്. ആ ദൈവമാണ് ഭക്തർക്ക് സകല അനുഗ്രഹാശിസ്സുകളും നൽകുന്നത്. ഇതിന് നേരെ വിപരീതമായാൽ അർച്ചകസ്യ അപ്രഭാവേന, അർച്ചകൻ പൂജ ചെയ്യുന്ന വ്യക്തി ശാന്തി, അയാൾക്ക് പ്രഭാവമില്ലെങ്കിൽ ശങ്കരോ ഭവതി ശില, ആ ബിംബം ഗുരുവായൂരപ്പനായാലും ശിവനായാലും ദേവിയായാലും അത് കേവലം പ്രഭയില്ലെങ്കിൽ, പൂജിക്കുന്ന വ്യക്തിക്ക് ശക്തിയില്ലെങ്കിൽ, ആത്മീയമായ ചൈതന്യമില്ലെങ്കിൽ വെറും ഒരു ശിലയായിട്ട് മാറുന്നു, വെറും കല്ലായിട്ട് മാറുന്നു എന്നർത്ഥം. അതിനാലാണ്
എപ്പോഴും ഒരു ക്ഷേത്രത്തിൽ തന്ത്രിയുടെയും ദേവനെ പൂജിക്കുന്ന ശാന്തിയുടെയും പ്രഭാവലയത്തിലാണ് ദേവൻ്റെ സകല ഐശ്വര്യങ്ങളും പ്രഭാകിരണങ്ങളും കുടികൊള്ളുന്നത്. അങ്ങനെയുള്ള ഒരു ഐഡൽ വിഗ്രഹത്തിന് മാത്രമേ, ബിംബത്തിന് മാത്രമേ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുവാൻ കഴിയുകയുള്ളൂ. അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം തന്നെ. ഏതായാലും ഉത്തരോത്തരം വിവാഹം നടന്ന സെപ്റ്റംബർ 8 ചോതി നക്ഷത്രം, ചോതി വിവാഹ നക്ഷത്രവുമാകുന്നു. അന്ന് അവിടെ വിവാഹ മംഗളകർമ്മങ്ങളിൽ പങ്കാളികളായ എല്ലാ ദമ്പതികൾക്കും പുത്രപൗത്രാദികളോടുകൂടിയുള്ള ഒരു സുശോഭനമായ ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.